നമ്മുടെ ഈ ചാനൽ സ്ഥിരമായി കേൾക്കുന്ന പ്രേക്ഷകരോട് എല്ലാവരോടും എനിക്ക് വലിയ നന്ദിയുണ്ട്. അവർക്കെല്ലാം എൻ്റെ വിഷു ആശംസകൾ. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞിട്ട് നമ്മൾ ടോപ്പിക്കിലേക്ക് വരാം. BJPയുടെ ഒരു തകർച്ചയാണ് നമ്മുടെ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. അതുപോലെ രാജീവ് ചന്ദ്രശേഖർ രാഷ്ട്രീയം വിടുമോ എന്നൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ചർച്ച ചെയ്യുന്നത് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇപ്പോൾ 35,000 സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞിരിക്കുന്നു. നല്ല രീതിയിൽ അതിൽ നിന്നുള്ള റവന്യൂവും ഒക്കെ വന്നു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മൾ തുടങ്ങി ഏതാണ്ട് ഒരു മാസം കഴിയുമ്പോൾ തന്നെ 1000-ഓളം സബ്സ്ക്രിപ്ഷനും 4000-ലധികം വ്യൂ അവേഴ്സും ഒക്കെ തന്നെ വ്യൂവർഷിപ്പും ഈ പറഞ്ഞ പോലെ വാച്ച് അവേഴ്സും ഒക്കെ തന്നെ നമുക്ക് വന്നിരുന്നു. പക്ഷേ എങ്കിൽ പോലും ഈ ചാനൽ ഒരു അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകണം എന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. അതിന് പലപ്പോഴും നിങ്ങൾക്കറിയാം ഒറ്റയ്ക്ക് തന്നെയാണ് നമ്മൾ ഇതിനു വേണ്ടിയിട്ടുള്ള കണ്ടൻറ്റും റിസർച്ചും അല്ലെങ്കിൽ അത്തരത്തിലുള്ള എല്ലാ കാര്യവും തന്നെ ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് വിപുലമാക്കിയാൽ കുറേ കൂടി ഒരു റിസർച്ചിനും അതുപോലെ തന്നെ ടോപ്പിക്കിനുമൊക്കെയുള്ള സമയം കുറച്ചുകൂടി കിട്ടിയാൽ കൊള്ളാമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ അതിനുള്ളൊരു പരിമിതി എന്ന് പറയുന്നത് വലിയ സാമ്പത്തികമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സാമ്പത്തികം കിട്ടാൻ യൂട്യൂബ് പലവട്ടം നമ്മളോട് സജസ്റ്റ് ചെയ്തൊരു കാര്യം എന്ന് പറയുന്നത് മെമ്പർഷിപ്പ് ആളുകൾക്ക് ചേർക്കാം എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അതിന് ഇതുവരെ തുനിഞ്ഞിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമ്മളത് അത്തരത്തിലുള്ളൊരു സൗകര്യം പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 179 രൂപയുടെ സബ്സ്ക്രിപ്ഷൻ എടുക്കാം. അതാണ് ഏറ്റവും കുറഞ്ഞത്. പിന്നെ അതിൽ കൂടുതലുള്ളത് 359 അങ്ങനെ ലെവൽ 1, 2, 3, 4, 5 എന്ന് പറയുന്ന വലിയ തുകകളിലേക്ക് വരെയുള്ള എമൗണ്ടുകളുണ്ട്. നിർബന്ധമൊന്നുമില്ല. താല്പര്യമുള്ളവർക്ക്, നമ്മളെ സഹായിക്കണം എന്നുള്ളവർക്ക് നിങ്ങൾക്ക് ഈ ചാനൽ നിലനിൽക്കണമെന്നും ഇതിലെ കണ്ടന്റുകൾ ജെനുവിനാണ് എന്നും നിഷ്പക്ഷമായിരിക്കണമെന്നും ഒക്കെ നിർബന്ധമുള്ളവർക്ക് ഇതെടുക്കാം. ഞാൻ പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, എനിക്ക് വലിയ ഏതെങ്കിലും ബിസിനസ് ഹൗസുകളുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളോടൊക്കെ ചേർന്ന് നിന്നിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ നിന്ന് വലിയ വരുമാനം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്കറിയാം. ബിസിനസ് ഹൗസുകളുടെയൊക്കെ സ്പോൺസർഷിപ്പ് എടുക്കാൻ കഴിയുമെന്നറിയാം. പക്ഷേ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ സ്വാതന്ത്ര്യം കുറയുകയും നിഷ്പക്ഷത ഇല്ലാതാവുകയും ഒക്കെ ചെയ്യും എന്നുള്ളത് കൊണ്ടാണ് നമ്മളതൊന്നും ചെയ്യാത്തത്. അതുകൊണ്ട് ഡിപ്പെൻഡ് ചെയ്യാൻ കഴിയുന്നത് പ്രേക്ഷകരെയാണ്. ഇതിൽ നിർബന്ധമൊന്നുമില്ല. നിങ്ങൾക്ക് കഴിയാവുന്നത് ഒരു സഹായമായി കരുതിക്കൊണ്ട് മാത്രം നിങ്ങൾ ചെയ്താൽ മതി. കാരണം ഇതിൽ നിങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള വേറെ ഏതെങ്കിലും വീഡിയോസോ അല്ലെങ്കിൽ മറ്റു പെർക്സുകളോ ഒന്നും കിട്ടാൻ സാധ്യതയില്ല. ഏതെങ്കിലും വീഡിയോകൾ ചിലപ്പോൾ കുറച്ച് നേരത്തെ നിങ്ങൾക്ക് അവൈലബിൾ ആകും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതല്ലാതെ മറ്റു വലിയ സൗകര്യങ്ങളോ നിങ്ങൾക്ക് പ്രത്യേകമായിട്ട് ഒന്നും തന്നെ തരാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയട്ടെ, സാധ്യമാകുന്ന നിങ്ങൾക്ക് നിങ്ങളുടെ സാമ്പത്തികം അനുസരിച്ച് പറ്റാവുന്ന രീതിയിലുള്ള സബ്സ്ക്രിപ്ഷൻ മാത്രം, മെമ്പർഷിപ്പ് മാത്രം നിങ്ങൾ എടുത്താൽ മതി എന്നാണ് എനിക്ക് ഉറപ്പെടുത്താനുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇതിനേക്കാളൊക്കെ വലിയ കാര്യം, നിങ്ങളെല്ലാ ദിവസവും ഈ ചാനലിൽ വരുന്ന വീഡിയോകൾ കാണുകയും അതിന് കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമ്മളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. മെമ്പർഷിപ്പ് ഒന്നും എടുത്തില്ലെങ്കിൽ, പക്ഷേ മെമ്പർഷിപ്പ് എടുത്താൽ കുറേ കൂടി ഒരു റിച്ചായിട്ടുള്ള കണ്ടൻറ്റുകളിലേക്കും നാഷണൽ ലെവലിലും ഇൻ്റർനാഷണൽ ലെവലിലും ഒക്കെയുള്ള വലിയ ചാനലുകൾ, ധ്രുവറാത്തിയുടെയൊക്കെ പോലുള്ള ചാനലുകളുടെ ക്വാളിറ്റിയിലേക്കുമൊക്കെ നമുക്ക് എത്തിച്ചേരണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ അതിൻ്റെയൊക്കെ വലിയ കാര്യം അവരുടെയൊക്കെ പുറകിലൊരു 15-20 പേരുടെയൊക്കെ വലിയ ടീം മെമ്പേഴ്സ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ടീം മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമേ ഉള്ളൂ. പക്ഷെ അതൊക്കെ ചെയ്യണമെങ്കിൽ സാമ്പത്തികം ഒരു പ്രശ്നമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓപ്ഷൻസ് നോക്കുന്നത്. കഴിയുന്നവർക്ക് ആ മെമ്പർഷിപ്പ് എടുക്കാം. ഇനി നമുക്ക് ടോപ്പിക്കിലേക്ക് കിടക്കാം. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ ഒരു ഫലപ്രവചനം നടത്തിയിരുന്നു. നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയുണ്ടാവും. ഒരു 73 മുതൽ 78 സീറ്റുകളിലേക്ക് വരെ CPM അല്ലെങ്കിൽ LDF വരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ബാലൻസ് ഉള്ള ഒരു 60-65 സീറ്റുകളിലേക്ക് UDF എത്തിച്ചേരാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിൽ ഞാൻ പറഞ്ഞിരുന്നൊരു കാര്യമുണ്ട്, മാക്സിമം വന്നാൽ 1-2 സീറ്റുകൾ മാത്രമേ BJP ജയിക്കാനുള്ള സാധ്യതകളുള്ളൂ എന്നുള്ളതാണ്. അതിൽ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, പാലക്കാട് ചിലപ്പോൾ LDF ജയിച്ചേക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ പാലക്കാട് UDF തന്നെയാണ് ജയിക്കാൻ സാധ്യതയുള്ളത്. കൂടാതെ ആകെ BJP ജയിക്കാൻ സാധ്യതയുള്ള 2 മണ്ഡലങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് നേമവും കഴക്കൂട്ടവുമാണ്. പക്ഷെ അവിടെ പോലും സാധ്യതകളില്ല എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യം. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, BJPയുടെ വോട്ടിംഗ് പെർസെൻറ്റേജ് കൂടി ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വരുമ്പോൾ വളരെ താഴ്ന്നതായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിൽ വലിയ അത്ഭുതമൊന്നുമില്ല. കഴിഞ്ഞ നിയമസഭയിൽ അവർക്ക് കിട്ടിയത് ഏതാണ്ട് 12% മുകളിലാണ്. പക്ഷേ അതിന് മുമ്പുള്ള 2016 തെരഞ്ഞെടുപ്പിൽ അവർക്ക് കിട്ടിയത് 15%-15%-അടുത്താണ്. അത്തരത്തിൽ ഏതാണ്ട് 30 ലക്ഷം വോട്ടുകളാണെന്ന് കിട്ടിയതെങ്കിൽ പിന്നീട് 2021 വന്നപ്പോൾ അത് കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. 26 ലക്ഷം വോട്ടുകൾ, 4,10,000 വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത് BJP-യും NDA സംബന്ധിച്ചോളം. അപ്പോൾ അത്തരത്തിലുള്ളൊരവസ്ഥ തന്നെ ഇത്തവണയും സംഭവിച്ചേക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം.
അപ്പോൾ അത്തരത്തിൽ ഒരു വലിയ തോതിലുള്ള തകർച്ച അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷൻ അനുസരിച്ചുള്ള ഒരു പ്രതീക്ഷ അനുസരിച്ചുള്ള വളർച്ചയോ പെർഫോമൻസോ ഇത്തവണ BJPക്ക് കാണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അത് സംഭവിക്കുന്നത് എന്തുകൊണ്ട് എന്ന് വിചാരിച്ചാൽ BJPയുടെ തന്നെ ഒരു രാഷ്ട്രീയം കേരളത്തിൽ പിടിമുറുക്കുന്നതുകൊണ്ടാണ്. ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് വളരെ വിചിത്രമായിട്ട് തോന്നും. അവരുടെ രാഷ്ട്രീയം പിടിമുറുക്കുമ്പോൾ എങ്ങനെയാണ് അവരുടെ വോട്ടുകൾ നഷ്ടപ്പെടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, അവരുടെ രാഷ്ട്രീയം പിടിമുറുക്കുമ്പോൾ ഒരു പോളറൈസേഷൻ സംഭവിക്കുമ്പോൾ മതന്യൂനപക്ഷങ്ങളുടെയൊക്കെ പോളറൈസേഷൻ UDFന് അനുകൂലമായി സംഭവിക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP കിട്ടിയതായിരുന്ന 38 ലക്ഷത്തോളം വോട്ടുകളാണ്. ആ 38 ലക്ഷം വോട്ടുകൾ പാർലമെൻറ്റിലേക്ക് കിട്ടുന്ന വോട്ടുകൾ ഒരിക്കലും അവർക്ക് നിലനിർത്താൻ കഴിയില്ല. പോട്ടെ, ഏറ്റവും കുറഞ്ഞ പക്ഷം അവർക്ക് ലോക്കൽ ബോഡി തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്ക് കിട്ടിയത് പോലും 14.7% വരുന്ന വോട്ടുകളാണ്. ആ വോട്ടുകൾ പോലും അവർക്ക് ഒരുപക്ഷെ നിലനിർത്താൻ കഴിയണമെന്നില്ല. പകരം അവർ നടത്തിയിട്ടുള്ള ഒരു പോളറൈസേഷൻ പൊളിറ്റിക്സിൻ്റെ ഭാഗമായി തന്നെ ഈ വോട്ടുകൾ അതിന് LDFന് അനുകൂലമായി വരാനുള്ള സാധ്യതകളുണ്ട്. കാരണം UDF അധികാരത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ മുസ്ലിം ലീഗും ജമാഅത്തെ ഇസ്ലാമിയും ഒക്കെ അടങ്ങുന്ന ഒരു ആളുകളായിരിക്കും ഭരിക്കുക എന്ന് പറയുന്ന ഒരു നരേറ്റീവിന് പ്രത്യേകിച്ചും തെക്കൻ കേരളത്തിൽ, തൃശ്ശൂർ മുതൽ ഈ പറയുന്ന പോലെ തെക്കൻ കേരളം വരെയുള്ള ജില്ലകളിലേക്ക് വലിയ പ്രാമുഖ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ആ പ്രാമുഖ്യം കിട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ഒരു മതവിഭാഗങ്ങൾ ഇവിടെ ഒരു കാരണവശാലും BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് കാര്യമില്ലെന്നും ആ BJPക്ക് വോട്ട് ചെയ്തുകൊണ്ട് BJPക്ക് കേരളത്തിൽ ഭരണം പിടിക്കാൻ കഴിയില്ലെന്നും തിരിച്ചറിയുന്ന അവരുടെ അണികളും അനുഭാവികളും അടക്കമുള്ള ആളുകൾ തന്നെ വോട്ടുകൾ മാറ്റിക്കുത്തുകയും അത് മിക്കവാറും തന്നെ LDFന് അനുകൂലമായി വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട്. ഇത് ഞാൻ പറഞ്ഞത് തൃശ്ശൂർ മുതൽ തെക്കോട്ടുള്ള സ്ഥലങ്ങളിൽ CPMനും LDFനും വിശേഷിച്ച LDFിലെ ഘടകകക്ഷികൾക്കൊക്കെ നേട്ടമാകും എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിച്ചു കളയുന്നത് ഇവിടെ മാത്രമാണ് അത് നേട്ടമാവുക എന്ന്. യഥാർത്ഥത്തിൽ വടക്കൻ കേരളത്തിലുമൊക്കെ തന്നെ കണ്ണൂരും കോഴിക്കോടുമുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഇതിൻ്റെ നേട്ടം സ്വാഭാവികമായിട്ട് UDFനാണ് ഉണ്ടാവുക. നേട്ടമുണ്ടാക്കുന്നവരായിരിക്കും. കാരണം അവിടെ മുസ്ലിം കമ്മ്യൂണിറ്റിയൊക്കെ കുറച്ചുകൂടി കൂടുതലുള്ളതുകൊണ്ട്. പക്ഷേ എങ്കിൽ പോലും ചില മണ്ഡലങ്ങളിൽ ഇത്തരത്തിലുള്ളൊരു പോളറൈസേഷൻ വലിയ തോതിൽ അത് LDFനെ സഹായിക്കും എന്നുള്ളത് വാസ്തവമാണ്. അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിലുള്ളൊരു പോളറൈസേഷൻ, അതായത് BJP തന്നെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വിഭാഗീയതയുടെ പൊളിറ്റിക്സ് അവർക്ക് തന്നെ താൽക്കാലികമായി വിനയായി തീരും എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ഈ തെരഞ്ഞെടുപ്പിൽ അവർ മിക്കവാറും 0 സീറ്റുകളിലേക്ക് എത്തിപ്പെടാം, വോട്ടിംഗ് പെർസെൻറ്റേജിൽ കുറവ് സംഭവിക്കാം. ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ വലിയ ഡാമേജ് അവർക്കുണ്ടാകും എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് കൂടാതെ കൂനിന്മേൽ കുരു എന്ന് പറയുന്ന പോലെ അവർ വിചാരിച്ചിട്ടുള്ള ഒരു വലിയ കാര്യം കൂടി നടന്നിട്ടില്ല. അത് ഒരു മൈനോറിറ്റി കൺസോളിഡേഷൻ, പ്രത്യേകിച്ചും ഒരു ക്രിസ്ത്യൻ മൈനോറിറ്റി കൺസോളിഡേഷൻ പാലാ പോലെയുള്ള, പൂഞ്ഞാർ പോലെയുള്ള നിരവധി മണ്ഡലങ്ങളിൽ അവർക്ക് അനുകൂലമായിട്ട് കുറേയെങ്കിലും ഉണ്ടാകാൻ സാധ്യതകളുണ്ട് എന്നവർ വിചാരിച്ചിരുന്നു. കാസ എന്ന് പറയുന്ന ഒരു സംഘടനയൊക്കെ വെച്ച് അവർ അതിനു വേണ്ടിയിട്ടുള്ള നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നു, ഓപ്പറേറ്റ് ചെയ്തിരുന്നു. പക്ഷേ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അതും എങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് പൂഞ്ഞാറിലൊരു കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് അജ്മി പുട്ടുപൊടിയൊക്കെ പോലെയുള്ള ചില ആളുകൾ പണം കൊടുത്ത് സ്പോൺസർ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റാണ് UDFൻ്റേത് എന്ന് കേൾക്കുന്നു. അപ്പോൾ അത്തരം സ്ഥലങ്ങളിൽ ഉറപ്പായിട്ടും നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാവും, പാലാ ബിഷപ്പിൻ്റെ അരമനയിലേക്ക് മാർച്ച് ചെയ്തിട്ടുള്ള SDPക്കാരുള്ള സ്ഥലമാണ് ഈ പറയുന്ന പോലെ പൂഞ്ഞാർ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ ഏത് തരത്തിലായിരിക്കും ഇതിൻ്റെ ഒരു പ്രത്യാഘാതം ഉണ്ടാവുക? ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റികളിൽ നല്ലൊരു വിഭാഗം തന്നെ അവിടെയൊക്കെ ചിലപ്പോൾ LDFന് വോട്ട് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ നമുക്കറിയാം, കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ FCRA നിയമ ഭേദഗതി ഏറ്റവും ഒടുവിൽ വന്നത് പോലും വലിയ തലക്കേറ്റൊരു അടിയായിരുന്നു BJPയുടേതെന്നുള്ള അറിയാം. അതുകൊണ്ട് തന്നെ ഇത്തവണ വലിയ തോതിലുള്ള നഷ്ടം ഈ മധ്യ കേരളത്തിലൊക്കെ തന്നെ BJPക്ക് ഉണ്ടാകുമെന്നും വോട്ടിങ്ങിൽ വലിയ ചോർച്ചയുണ്ടാകുമെന്നും തെക്കൻ കേരളത്തിൻ്റെ ഏതാനും ചില ജില്ലകളിൽ മാത്രമാണ് അത് നിലനിർത്താൻ കഴിയുകയെന്നും, പക്ഷെ അവിടെ പോലും വളരെ ചെറിയ ശതമാനത്തിലുള്ള ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയുടെ വോട്ടുകൾ അവർക്ക് നഷ്ടപ്പെടുമെന്നുമുള്ള കണക്കുകൂട്ടലുകളാണ് അവർക്കുള്ളത്. അതിൻ്റെ ഭാഗമായി ലാറ്റിൻ കാത്തലിക്കും അതുപോലെ സിറിയൻ കാത്തലിക്കുമായിട്ടുള്ള നിരവധി ആളുകളിൽ ഇത്തരത്തിലുള്ള വലിയൊരു അതൃപ്തി പുകഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും അത് യഥാർത്ഥത്തിൽ മണിപ്പൂരിലുണ്ടായിട്ടുള്ള സംഭവം മുതൽ ഇങ്ങോട്ട് തുടങ്ങിയ അതൃപ്തികളുണ്ട്. ഛത്തീസ്ഗഡിൽ കന്യാസ്ത്രീകൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോഴുള്ള സംഭവങ്ങളുണ്ട്. അതിനുശേഷം FCRA കൂടി വന്നതോടുകൂടി ഈ പറയുന്ന പോലെ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴുകയും വലിയ തോതിലുള്ള തിരിച്ചടിക്കത് കാരണമാവുകയും ചെയ്യും. പക്ഷെ ഇങ്ങനെ കാരണമായാൽ പോലും ഇതൊന്നും പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ രാജീവ് ചന്ദ്രശേഖർക്ക് കഴിയില്ല. അദ്ദേഹത്തിന് ഇവിടെ പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞ പക്ഷം നേമത്ത് നിന്നെങ്കിലും ജയിച്ച് അദ്ദേഹം MLA ആയി തീരണം. അങ്ങനെ MLA ആയി മാറിയില്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട കാര്യം, ഒരുപക്ഷെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ തന്നെ രാജീവ് ചന്ദ്രശേഖർ രാജിവെച്ചാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. അതുമായി ബന്ധപ്പെട്ട് ഈ ക്രിസ്ത്യൻ മൈനോറിറ്റി കൺസോളിഡേഷൻ്റെ ഭാഗമായി തന്നെയാണ്
സാബു എം ജേക്കബിനെ കൂടി അവർ മുന്നണിയിലേക്ക് എടുത്തത്. പക്ഷെ അതുകൊണ്ടും വലിയ പ്രയോജനമുണ്ടാവില്ല. കാരണം കിറ്റക്സും സാബു എം ജേക്കബിൻ്റെ 2020 ആളുകളുടെ വോട്ട് അവർക്ക് നിലനിർത്താൻ കഴിയില്ല. BJP-ക്കാരായിട്ടുള്ള നിരവധി ആളുകളും അവരുടെ സ്ഥാനാർത്ഥി 2020 സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യില്ല. ഉദാഹരണത്തിന് തൃപ്പൂണിത്തുറയിലും ഏറ്റുമാനൂരിലും അതുപോലെ തന്നെ അഖിൽ മാരാരുടെയൊക്കെ ഈ പറഞ്ഞ പോലെ വേളാങ്കിക്കലൊക്കെ കണ്ടിട്ടൊന്നും ഒരു കാരണവശാലും BJP-യുടെ ആളുകൾക്ക് പോലും വലിയ തോതിലുള്ള അതൃപ്തിയാണുള്ളത്. അവരുടെ വോട്ടുകൾ പോലും കിട്ടില്ല എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷനിലേക്കാണ് BJP എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ നൈരാശ്യം കൊണ്ടാണ് യഥാർത്ഥത്തിൽ ഷോൺ ജോർജ് കഴിഞ്ഞ ദിവസം ചോദിച്ച ചോദ്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും. കാരണം ഞാൻ ഇനി അമിത്ഷായോട് എന്ത് പറയും എന്നാണ് ചോദിച്ചത്. അത്തരത്തിൽ അമിത്ഷായോട് എന്ത് പറയുമെന്നുള്ള പറയുന്ന ചോദ്യം രാജീവ് ചന്ദ്രശേഖരെയും അലട്ടിക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം ഭാവിയിൽ സമീപ ഭാവിയിൽ തന്നെ രാഷ്ട്രീയം വിട്ടാലും നിങ്ങൾ അത്ഭുതപ്പെടേണ്ടതില്ല. അദ്ദേഹം ജൂപ്പിറ്റർ ക്യാപിറ്റൽ എന്ന് പറയുന്ന വലിയ ബിസിനസ് സംരംഭം നടത്തുന്ന ഒരാളാണ്. ആ സംരംഭവുമായി പോയാലും നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. യഥാർത്ഥത്തിൽ വരാനിരിക്കുന്നത് വലിയ വീഴ്ചയാണ് BJP-യെ സംബന്ധിച്ചിടത്തോളം. ഒരു കാരണവശാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് നിലനിർത്തില്ല എന്നുള്ളത് മാത്രമല്ല, ഒരുപക്ഷെ ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലെ വോട്ടുകൾ പോലും നിലനിർത്താൻ അവർക്ക് കഴിയില്ല. അതല്ലെങ്കിൽ അവരുടെ 1-2 MLA-മാർ ജയിച്ച് കയറേണ്ട അനിവാര്യതയാണ് അവർക്കുള്ളത്. നിങ്ങളൊന്ന് ആലോചിക്കണം. കഴിഞ്ഞ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തന്നെ 25% വോട്ടുകൾ നേടണം എന്നാണ് അമിത്ഷാ പറഞ്ഞിരുന്ന നിർദ്ദേശം എന്ന് പറയുന്നത്. അതവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. 20% വോട്ടുകൾ പോലും നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ അത്തരമൊരു ഘട്ടത്തിൽ ഈ പറയുന്ന ഒരു വീഴ്ച കൂടി സംഭവിച്ചാൽ വലിയ അഴിച്ചുപണികൾക്ക് കേരളത്തിലെ BJP സാക്ഷ്യം വഹിക്കും എന്നുള്ളതാണ് കാര്യം. പുതിയ പരീക്ഷണങ്ങൾ കൂടി നമ്മൾ കാണേണ്ടി വരും. രാജീവ് ചന്ദ്രശേഖർ മാറും.